ശരി ശ്രീത്ത് അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതാണ്, വെളിപ്പെടുത്തുമെന്ന് കരുതുന്നു എന്ന് ജിൻഡോ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരിമിതി പോലും മറന്നുകൊണ്ടാണ് ജിൻഡോ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമുക്ക് ജിൻഡോയെ വിമർശിക്കാൻ പറ്റുകയില്ല. ശ്രീത്ത് ഇല്ല, എനിക്ക് ശ്രീ ജിൻഡോയുടെ ഇക്കാര്യത്തിൽ വിമർശനവുമില്ല. അദ്ദേഹം പലപ്പോഴും ഈ സർക്കാരിനെ, പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശനെ ഒക്കെ തന്നെ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും എതിർത്തുമൊക്കെ അഭിപ്രായം വന്നിട്ടുണ്ട്. അതപ്പോൾ അദ്ദേഹത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആദർശത്തിൻ്റെ, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അതിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് നുണയാണോ പറയുന്നത് എന്നുള്ള ഒരു സംശയം വരുന്നത് കേവലം ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് മാത്രമല്ല എന്ന് ശ്രീ ജിൻഡോ മനസ്സിലാക്കണം. കാരണം ടാറ്റയുമായി ബന്ധപ്പെട്ട 10,000 കോടിയുടെ അനൗൺസ്മെന്റ് അദ്ദേഹത്തിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം അവിടെയും ആരെങ്കിലും നിക്ഷേപകരെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ, കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് നുണയാണ് എന്ന് തെളിഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ അന്ന് ഇത്തരത്തിലുള്ള മറൈൻ ഒരു ഇവന്റിൽ അദ്ദേഹം സംസാരിച്ചു എന്നത് കൂടാതെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ബ്ലൂംബർഗ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തു. അവരത് ഡീറ്റെയിൽഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം 4 നുണകൾ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, ഇൻവെസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞെന്താണ്, ടാറ്റ ഷിപ്പ് ബിൽഡിങ്ങിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, നുണയാണ്. 2, ഞങ്ങൾ അവർക്ക് ലാൻഡ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു, അത് നുണയാണ്. 3, സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ തന്നിരിക്കുന്ന പ്രൊപ്പോസൽ ഫേവറബിളി കൺസിഡർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു, അത് നുണയാണ്. 4-മത്തേത്, ഞങ്ങൾ അവരുടെ പ്രൊപ്പോസൽ 1 മാസത്തിനകം അപ്രൂവൽ ചെയ്തേക്കും എന്ന് പറഞ്ഞു, നുണയാണ്. ഇത് 4 ഇപ്പോഴും ബ്ലൂംബർഗിന്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഈ 4 കാര്യങ്ങളെ കണക്റ്റഡ് ആയിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ടാറ്റ ഗ്രൂപ്പിന്റെ മറുപടി എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും അപമാനകരമാണ്. അത് കേൾക്കുമ്പോൾ ടാറ്റയെ അല്ല ഞാൻ കുറ്റം പറഞ്ഞത്, മറിച്ച് മലയാളിക്ക് അപമാനം തോന്നണം. കാരണം ടാറ്റയുടെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത്, വൈറ്റ്ലി കോട്ട് ചെയ്തിരിക്കുന്നതാണ്, ഒന്നുകിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ ഭരണത്തിൽ വന്നതിന് ശേഷം റിസൾട്ട് കാണിക്കാൻ അദ്ദേഹത്തിന് മേലെ അത്രത്തോളം സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എന്നാണ്. എത്ര അപമാനകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് സത്യത്തിൽ തോന്നുന്നത് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ആൾക്കാരെ കളിപ്പിച്ചു, പണം തട്ടി, അതേപോലെ ആരൊക്കെയോ ടാറ്റയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വന്ന് എവിടെയോ ഡിന്നറിനൊപ്പം ഇരുന്നിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവും. അവര് പറഞ്ഞിട്ട് പോയതായിരിക്കും. അത് അല്ല, ഞാൻ പറയുന്നത് നമ്മൾ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് നമ്മൾ പറയത്തില്ലേ. ഞാൻ പറയുന്നത് ഒരാളിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ നടത്തിയിരിക്കുന്ന പാസ്റ്റ് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ടാറ്റയുമായി ബന്ധപ്പെട്ട കാര്യം നുണയാണ് എന്ന് തെളിഞ്ഞു. അതിനുശേഷം അവിടെ PRD എന്തോ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഇറക്കി, ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ ഇറക്കി, ഇത് മറീൻ മേഖലയിലേക്കുള്ള മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ടാറ്റ പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ അസന്നിഗ്ധമായി ടാറ്റ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു പ്രൊപ്പോസലും കൊടുത്തിട്ടില്ല, ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും സമീപിച്ചിട്ടില്ല. ഈ ആർക്കായി ലാൻഡ് കൊടുക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അത് പറഞ്ഞതിന് ശേഷം 1 മാസത്തിൽ വന്നോ? ഇത് ടാറ്റ അല്ലായിരുന്നു, മറ്റു പദ്ധതികളായിരുന്നെങ്കിൽ സർക്കാർ 1 മാസത്തിനകം അത് അപ്രൂവൽ കൊടുത്തോ? ഇല്ലല്ലോ. അപ്പൊ അതിനർത്ഥം അത് ആറ്റം തള്ളായിരുന്നു എന്നാണ്. നല്ല 1-ാം തരം തള്ളായിരുന്നു ആ പറഞ്ഞിരുന്നത്. അത് പിടിക്കപ്പെട്ടു, കയ്യോടെ പിടിക്കപ്പെട്ടു. വി ഡി സതീശനെ പോലെ നല്ല രീതിയിലത്തേക്ക് പൊതുപ്രവർത്തന പരിചയമുള്ള ഒരാളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നീട് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ്, ഒരുപക്ഷെ ഈ ഇൻവെസ്റ്റർ ആരാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെനുവിനാണോ അല്ലയോ എന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കത്തില്ലേ? ഈ ടാറ്റയുടെ കാര്യത്തിലെ ഡിജിറ്റൽ അറസ്റ്റ് നടന്നതുപോലത്തെ ഉള്ള കാര്യം അവിടെ നടക്കത്തില്ലല്ലോ. 1. 2, ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ വന്ന ഒരു കാര്യമാണ്, മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ അധികമായി വേട്ടയാടുന്നത്. എനിക്കൊന്ന് ശ്രീ സിബി ആണത് പറഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങളുടെ ഡാർലിംഗ് ആയിരുന്നു അദ്ദേഹം. ഞാനും ശ്രീ ജിൻഡോയും ഒക്കെ മുഖ്യമന്ത്രി ചർച്ച വരുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്തെല്ലാം നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ പൊതുവെ മാധ്യമങ്ങളുടെ ഡാർലിംഗ് ആയിരുന്ന വ്യക്തിയാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ വിമർശനം വന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ വിമർശനം വന്നിരിക്കുന്നത് സ്വയം കൃതാനർത്ഥമാണ്. ഒന്നാമത് വന്നിരുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലിനെ ദേവസ്വം വക്കീലാക്കിയത് കൊണ്ടാണ്, വലിയ വിവാദമായി. അതിനുശേഷമോ ഈ നമ്മുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള കുറെ വകുപ്പിടാൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ? ഒരിക്കലും നിലനിൽക്കാത്ത ചില രീതിയിലത്തേക്കുള്ള വകുപ്പുകൾ അവിടെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അതിനുശേഷം പ്ലീഡർമാരുടെ നിയമനം വന്നപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാർ തന്നെ അതിനെ എതിർത്തു. പിന്നെ ഖനനവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ പ്രപ്പോസൽ വന്നപ്പോൾ VM സുധീരൻ വന്നിട്ട് അദ്ദേഹത്തിന് എതിർത്തു. PM ശ്രീയിൽ U-ടേൺ നടത്തി. മദ്യനയവുമായി ബന്ധപ്പെട്ട് UDF-ൽ ചർച്ചയില്ലാതെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. സുഗതനുമായി ബന്ധപ്പെട്ട് ആരോടും ചോദിക്കാതെ ഇല്ലാതെ അപ്രൂവൽ കൊടുത്തു.
ഞാൻ പറഞ്ഞത് ഇങ്ങനെ എണ്ണി എണ്ണി നമ്മൾ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ചോദിക്കരുതെന്നാണോ? മാധ്യമങ്ങൾ ഇപ്പൊ 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാവൂ എന്നാണോ? അങ്ങനെയൊന്നുമില്ല. ഹണിമൂൺ പീരീഡ് എന്നുള്ള കാര്യമൊന്നും ഇവിടെ ബാധകമല്ല. കാരണം അത്രമാത്രം കൊള്ളരുതായ്മകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും. അതിപ്പോൾ വി ഡി സതീശൻ പറയുകയാണ്, എന്നാൽ രഹസ്യമായിട്ടും കാണും പരസ്യമായിട്ടും കാണുമെന്ന്. അതായത് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. നടക്കില്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരത്തിൽ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയുമല്ല മഞ്ജുഷ, അതിൽ ചോദ്യങ്ങൾ ഉണ്ടാകണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ ആരെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ചങ്ങാത്ത മുതലാളിത്തമാവുകയും എന്നാൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായി എന്ന് പറയുകയും അത് ആരാണ് ഏതാണ് ഒന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ക്യാമറ വന്നിരുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. പാലക്കാട് ഒരു ബ്രൂവറി വരാനിരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. കോമ്പറ്റീറ്റീവ് ബിഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പോലും പലപ്പോഴും ഇല്ലാതെ അതിൽ തന്നെ പല ആൾക്കാർക്കും പ്രയോറിറ്റി കൊടുത്തിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഡീലിലേക്ക് ഇത് പോകുമോ ഇല്ലയോ എന്ന് ആരറിഞ്ഞു? അപ്പൊ ഇതിൽ അബ്സല്യൂട്ട് ട്രാൻസ്പെറൻസി വേണം. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീടിന്റെ റെനോവേഷന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയാ ഏൽപ്പിച്ചതെന്നല്ല ചോദിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്റെ മുഖ്യമന്ത്രിയോട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വേറെ മന്ത്രിമാർ വേണ്ട, മുഖ്യമന്ത്രിയാണോ എല്ലാം തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുത്തു, ഏതൊക്കെ വകുപ്പ് മന്ത്രിമാർ അതിൽ പങ്കെടുത്തു, ഇതൊന്നും വേണ്ടേ? അദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിക്കണോ? ഞാൻ പറഞ്ഞത് അതിന് ട്രാൻസ്പെറൻസി എന്നല്ല പറയുന്നത്. പിന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ശ്രീ സിബി പറഞ്ഞു പ്രായോഗികത എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്താണ് ഹെലികോപ്റ്ററിനെ പറയുന്നത്. നോക്കൂ, ഞാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും ഫോർ ആസ് ലോങ് ആസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഹെലികോപ്റ്റർ ഒന്നും ഉപയോഗിക്കുന്നതിന് എതിരായിട്ടുള്ള ആളല്ല. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത്. പ്രായോഗികതയും ആദർശവും രണ്ടാണ്. പ്രായോഗികതയുടെ പേരിൽ വിറ്റ് കഞ്ഞി കുടിക്കാനുള്ള സാധനമല്ല ആദർശം. ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്, വാടക കൊടുത്തതാണ്, അതിവിടെ ചുമ്മാതിരിക്കുകയാണല്ലോ, അതിൽ 25 മണിക്കൂർ ഓടാമല്ലോ എന്നുള്ളത് പ്രായോഗികതയാണ്. പക്ഷെ പ്രായോഗികതയുടെ പേരിലായിരുന്നില്ല ശ്രീ വി ഡി സതീശൻ അതിനെ വിമർശിച്ചത്. അദ്ദേഹം പ്രായോഗികമായിട്ട് ചിന്തിച്ചോട്ടെ, അദ്ദേഹം പ്രായോഗികമായിട്ട് പ്രവർത്തിച്ചോട്ടെ. പക്ഷെ അതിനിടയിൽ ഈ ആദർശം കൂടി കയറ്റിക്കൊണ്ട് വരുമ്പോൾ അവിടെയാണ് സുതാര്യതയില്ലായ്മ കടന്നു വരുന്നത്. അദ്ദേഹത്തിന് രണ്ടും വേണം. പ്രായോഗികതയാണ് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടത്, അത് അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈ പഴയ ആദർശം അവിടെ കിടപ്പുണ്ട്, അപ്പോൾ കള്ളം പറയുകയാണ്. അതാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു ഉദാഹരണം. 2011-12 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ IT മിനിസ്റ്റർ ആയിരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യത്തിൽ എല്ലാ MLA-മാർക്കും 141 തോന്നുന്നു, അന്ന് മറ്റേ എക്സ്ട്രാ ആളുണ്ടെന്ന് തോന്നുന്നു, അത്രയും MLA-മാർക്ക് ഓരോ ഐപാഡ് കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണത് സ്വീകരിക്കാതിരുന്നത്. അത് VS അച്യുതാനന്ദനാണ്. വേണമെങ്കിൽ VS അച്യുതാനന്ദന് തീരുമാനിക്കാമായിരുന്നു, സർക്കാർ ഓൾറെഡി ഇതിന് പണം കൊടുത്തല്ലോ, എന്തായാലും ഈ ഐപാഡ് മേടിച്ച് ഇവിടെ വെച്ചല്ലോ, ഇതെന്തായാലും എൻ്റെ ഓഫീസിൽ വന്നാൽ ചുമ്മാ ഇരിക്കുമല്ലോ, എന്നാൽ പിന്നെ അങ്ങ് ഉപയോഗിക്കാമല്ലോ. അതല്ലല്ലോ ചേട്ടാ ആദർശം. അതിന് നമ്മൾ പ്രായോഗികത എന്നാ പറയുന്നത്. പ്രായോഗികതയ്ക്ക് വേണ്ടി വിറ്റ് കഞ്ഞി കുടിക്കാനുള്ളതല്ല ആദർശം എന്ന് തെളിയിച്ചിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് CPM-ൽ നിന്ന് ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കോൺഗ്രസിലില്ലേ ഇതേപോലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാഹനം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരില്ലേ? AK ആന്റണി അടക്കമുള്ള ആൾക്കാരുണ്ട്, ലാൽ ബഹാദൂർ ശാസ്ത്രി അടക്കമുള്ള ആൾക്കാരുണ്ട്. വി ഡി സതീശനും അതേ നിലപാടുള്ള ആളാണ് കേട്ടോ. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചോട്ടെ, ഹെലികോപ്റ്റർ ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്താണ് ഈ ഒളിപ്പിക്കുന്ന രഹസ്യം എന്ന് അദ്ദേഹം പറയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.